ഇറാനിലെ അവയവ വ്യാപാരത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലും വ്യാപിപ്പിക്കുന്നു. പ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. റിമാൻഡിലുള്ള പ്രതി സജിത് ശ്യാമിന്റെ അക്കൗണ്ടിലേക്ക് കശ്മീരിൽ നിന്നുൾപ്പെടെ പണമെത്തിയിട്ടുണ്ട്. സംഘത്തിന് കൊച്ചിയിൽ പ്രാദേശിക സഹായം ലഭിച്ചതായും സൂചനയുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, ഈ അവയവ വ്യാപാരം അതിന്റെ നെറ്റ്വർക്ക്, അതിന്റെ ശൃംഖല വളരെ വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണല്ലോ ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങളൊക്കെ തന്നെയും. തമിഴ്നാട്ടിലേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, പ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ പരിശോധന നടത്തുന്നത്. അവിടെ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ണികളും അതോടൊപ്പം തന്നെ ഇരകളും ഉണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെ ഹൈദരാബാദിലും ബംഗളൂരുവിലും ഉണ്ട് എന്ന് ഇതിനോടകം സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ പരിശോധനയായി ആരംഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഈ സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. കൊച്ചി സ്വദേശിയായ മധു ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. ഇയാളുടെ കടലാസ് കമ്പനിയുടെ അക്കൗണ്ടിന് മറവിലാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത്. അത് കഴിഞ്ഞ ദിവസം പിടിയിലായ സജിത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം മുഴുവൻ വന്നു ചേർന്നത്. കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഈ നെറ്റ്വർക്ക് ഒരു വലിയ ശൃംഖലയാണ്, അല്ലെങ്കിൽ വലിയ കുറെ ആളുകൾ ഉള്ള ഒരു ശൃംഖലയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അതിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പരിശോധനയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അന്വേഷണത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ സാബിത്തിനെയും സജിത്തിനെയും ഒരുമിച്ചിരിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഇറാനിലുള്ള മധുവിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കും. ഒരുപക്ഷെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.